നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ഒരു പുതിയ സംപ്രേക്ഷണത്തിലേക്ക്, അക്ഷര അർത്ഥ സംപ്രേക്ഷണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മനസ്സിലാകുന്നതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ്. മനസ്സിലാകുന്നത്, അതിൻ്റെ അടിസ്ഥാനം. ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ, മനസ്സിൽ ആകണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമുണ്ട്. അത് എന്താണ് മനസ്സിലാക്കേണ്ടുന്നത്, അഥവാ മനസ്സിലാക്കേണ്ടുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവുക എന്നുള്ളതാണ്. അർത്ഥം മനസ്സിലാക്കി അർത്ഥമുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതിനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണമെങ്കിൽ അത് അർത്ഥവത്തായിരിക്കണം, അർത്ഥമുള്ളതായിരിക്കണം. ആ അർത്ഥമുള്ളത് ഉപയോഗിച്ചിട്ടേ ഒരുവന് അവൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ ധർമ്മം, ആ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനമായ കർമ്മം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്നാണ്. ധർമ്മം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്നാണ്. കർമ്മം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം പാഴായിപ്പോയി എന്നുള്ളതാണ്. ഇതെല്ലാം ഒത്തൊരുമിച്ച് വരുന്നതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ. ഈ ശ്രദ്ധയാണ് അർത്ഥവും അക്ഷരവും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത്. അക്ഷരത്തിൽ ഉള്ളതിൽ നിന്ന് അക്ഷരമാകുന്നതിൽ നിന്ന് ഉൽപ്പന്നമായത് മാത്രമേ അതിന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ അർത്ഥമുള്ളത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലാക്കാൻ സാധിക്കാത്തത് അനർത്ഥമാണ്. ആ അനർത്ഥത്തെ മനുഷ്യന് സ്വീകരിക്കാൻ സാധ്യമല്ല യഥാർത്ഥത്തിൽ. പക്ഷേ അനർത്ഥം അർത്ഥത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച് സ്വീകരിപ്പിക്കുന്ന രാക്ഷസീയമായ ആസുരമായ തെമ്മാടിത്തമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1950 മുതൽ അക്ഷരത്തെയും അർത്ഥത്തെയും ആളുകൾക്ക് മനസ്സിലാക്കാത്ത ഒരു അന്തരീക്ഷം, മനസ്സിലാകാത്ത ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കപ്പെട്ടു. അക്ഷരമെന്തെന്ന് ആളുകൾക്ക്, ഭാരതീയർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെയായി. അർത്ഥമെന്തെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെയായി. മലയാളികൾക്ക്, ഭാരതീയർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെയായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഓരോരുത്തരും അവനവന് തോന്നുന്നത് ഉപയോഗിക്കുകയും ആ ഉപയോഗിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന അർത്ഥാനർത്ഥങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ വന്നു. അതായത് അർത്ഥമില്ലാത്തതിനെ അർത്ഥമെന്ന് കരുതി ഉപയോഗിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിലേക്ക് അനർത്ഥമാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാതെ അവൻ അത് അനർത്ഥം ഉപയോഗിക്കുകയും ആ അനർത്ഥം ജീവിതത്തിൽ വരികയും അവൻ്റെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇതാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1950 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1950 മുതൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഭാരതീയൻ്റെ അടിസ്ഥാനപരമായ അക്ഷരതത്വം മറയ്ക്കപ്പെട്ടു. അക്ഷരതത്വം മറയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അർത്ഥതത്വങ്ങളും മറയ്ക്കപ്പെട്ടു. നാനാർത്ഥങ്ങളും നവാർത്ഥങ്ങളും പുരുഷാർത്ഥങ്ങളും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അർത്ഥങ്ങൾ കേൾക്കാതിരിക്കാൻ ചെവിടുകൾ അടച്ചു.
അനർത്ഥം മാത്രം തലയിലേക്ക് കയറ്റുന്ന അർത്ഥരഹിതമായ അനർത്ഥത്തിൻ്റെ പുലയാട്ടുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ പിന്നെ ഭാരതീയരും മലയാളികളും കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ കേട്ടപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് അതൊക്കെ സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മലയാളി ഭാരതീയൻ എത്തിക്കപ്പെട്ടു. ഈ ഗതികേടാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അർത്ഥമറിയാത്തതിനെ, അർത്ഥമില്ലാത്തതിനെ, അനർത്ഥമായതിനെ സ്വീകരിക്കാൻ, അർത്ഥമെന്ന് കരുതി സ്വീകരിക്കാൻ മലയാളികൾ, ഭാരതീയർ പരിശീലിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അർത്ഥമുള്ളത് മാത്രം സ്വീകരിച്ചിരുന്ന മലയാളി ഭാരതീയൻ, അർത്ഥമറിയാവുന്നത് മാത്രം സ്വീകരിച്ചിരുന്ന മലയാളി ഭാരതീയൻ, അവർ അർത്ഥമെന്ന് കരുതി അനർത്ഥത്തെ സ്വീകരിക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടു. അവരോട് പറഞ്ഞു കൊടുത്തത് അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അനർത്ഥം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി? ആളുകൾക്ക് അർത്ഥം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. പുരുഷാർത്ഥങ്ങളും നാനാർത്ഥങ്ങളും നവാർത്ഥങ്ങളും പരമാർത്ഥവും നഷ്ടപ്പെട്ട മനുഷ്യൻ, മലയാളി ഭാരതീയൻ, അവൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടിലേക്ക് എത്തി. എന്തുകൊണ്ട്? അക്ഷരജന്യമായ ഭാഷ നൽകുന്ന അർത്ഥം ഭാഷ നൽകുന്ന അർത്ഥം മലയാളിക്ക് ഭാരതീയന് നഷ്ടമാക്കി. മാതൃഭാഷ നൽകുന്ന അർത്ഥം മലയാളിക്ക് ഭാരതീയന് നഷ്ടമാക്കി. മാതൃഭാഷ നമുക്കറിയാം, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൻ്റെ വേറൊരു സംപ്രേഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാതൃഭാഷ, മാതാവ്, ഭാഷ, മാതൃഭാഷ. മാതാവ് ഭാഷയാണെങ്കിൽ പിതാവ് അർത്ഥമാകുന്നു. തള്ളയെ തിരിച്ചറിയാത്തവന് തൻ്റെ തിരിച്ചറിയാൻ സാധ്യമല്ല. തള്ളയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നതാണ് നിൻ്റെ തന്ത എന്ന്. തള്ളയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഭാഷയാണ്, മാതൃഭാഷയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? ഇതാണ് നിൻ്റെ തന്ത എന്ന് പറയുന്നത് അർത്ഥം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഭാഷയാണ്. ആ ഭാഷയിൽ കലർപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് അനർത്ഥമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഭാഷയെ തള്ളി, മാതൃഭാഷയെ തള്ളിപ്പറഞ്ഞതോടുകൂടി തന്ത അർത്ഥം ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി, അഥവാ അപ്രത്യക്ഷമാക്കി. അപ്പം ആളുകൾക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വന്നു. മനസ്സിലാകുക, എന്താ മനസ്സിലാവുന്നത്? അർത്ഥം മനസ്സിലാവുക. എന്തിൻ്റെ അർത്ഥം മനസ്സിലാവുക? അക്ഷരത്തിൻ്റെ അർത്ഥം മനസ്സിലാവുക. അതങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഇന്നതൊക്കെ ആവും, ഇത് ഇന്നതാവും എന്നുള്ള തെറ്റിദ്ധാരണ. ആർക്കും എന്തും പുലമ്പാം. ആ പുലമ്പി കഴിഞ്ഞാൽ അതിന് ഇന്ന തോന്നിയ അർത്ഥമാണെന്ന്, അതായത് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 49,000 ആണെന്ന് അങ്ങോട്ട് മോളിൽ നിന്ന് എവിടുന്നോ എന്തോ കെട്ടിയിറക്കി. 1 എന്ന് പറഞ്ഞാൽ 49,000. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു. 1 സമം 49,000. അങ്ങനെ തെറ്റിദ്ധാരണകളിലേക്ക്, അനർത്ഥത്തിലേക്ക് എത്തിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനർത്ഥമില്ലാതാകാൻ നമ്മൾ അക്ഷരത്തിൻ്റെ അർത്ഥം പഠിക്കണം, അക്ഷരാർത്ഥം പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഭൂരിഭാഗം സംഭാഷണങ്ങളിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഏത് അക്ഷരാർത്ഥത്തിൽ? അക്ഷരത്തിൻ്റെ അർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് നമ്മൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ അക്ഷരത്തിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കണം, അർത്ഥമുള്ളത് മനസ്സിലാക്കണം, അർത്ഥത്തെ ഉൾക്കൊള്ളണം. ആ അർത്ഥത്തെ ഉൾക്കൊണ്ട് ആ അർത്ഥം പ്രയോഗിക്കണം. അർത്ഥത്തെ ഉൾക്കൊണ്ട് നാനാർത്ഥമായും നവാർത്ഥമായും നമുക്കത് പ്രയോഗിച്ച് ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കണം. അതിന് അർത്ഥമറിയണം. അർത്ഥമറിഞ്ഞാലേ അർത്ഥമുള്ളതേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അർത്ഥം സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ്റെ ധർമാനുഷ്ഠാനമായ കർമ്മം നടക്കുന്നുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അർത്ഥമറിയാത്തത്, അർത്ഥമില്ലാത്തതിനെ പൂർണ്ണമായും തള്ളിക്കളയുക ജീവിതത്തിൽ നിന്ന്. എന്തു പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കില്ല എന്നതിലേക്ക് നമ്മൾ എത്തുക. എന്നാലേ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ. നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഭിംഭിനഹോ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് ഭിംഭിൻഹോ എന്ന് പറഞ്ഞ ഒരു അർത്ഥം ഉള്ള ഒരു പദമില്ല. ഭിംഭിൻഹോ. അപ്പം നിങ്ങൾ ഉടനടി തള്ളുക അതിനെ. അപ്പം തള്ളുക. ഗ്ലോബൽ വാർമിംഗ്, നിങ്ങളോട് പറയാണ് ഗ്ലോബൽ വാർമിംഗ്, തള്ളുക. ഭാരതീയ ഭാഷയിൽ അർത്ഥമില്ല. അതിന് ഭാരതീയ ഭാഷയിലേക്ക് നിങ്ങൾ മാറ്റരുത്. അപ്പം അനർത്ഥമായി. ഭാരതീയ ഭാഷയിലേക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അക്ഷരത്തിൽ നിന്ന് ജന്യമായിട്ടുള്ള ഭാരതീയ ഭാഷയിലേക്ക് ക്ഷരത്തിൽ നിന്ന് ജന്യമായിട്ടുള്ള ബാക്കിയുള്ള പുലിയാട്ടികളെ മാറ്റാൻ സാധ്യമല്ല. അക്ഷരം സമം അക്ഷരം മാത്രം, ഏകമാണ് അക്ഷരം. അക്ഷരം ഓമിതി അക്ഷര, ഏകമാണ്, അദ്വൈതമാണ് അക്ഷരം. ആ അദ്വൈതത്തിൽ നിന്ന് ജനിച്ചതാണ് ഭാരതത്തിലെ ഭാഷകൾ. ആ ഭാഷകൾക്കേ അർത്ഥം നൽകാൻ സാധിക്കുള്ളൂ. ആ ഭാരതത്തിൽ ഉള്ള ഭാഷകളിൽ സംസാരിക്കുന്നവർക്ക്, പറയുന്നവർക്ക് അവർ പറയുന്നതിലെ അർത്ഥം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. ഇതിന് സമമായിട്ട് അക്ഷരജന്യമല്ലാത്ത അനർത്ഥത്തെ, ക്ഷരമാകുന്ന അനർത്ഥത്തെ അക്ഷരമെന്നും അക്ഷരാർത്ഥമെന്നും കരുതി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് അനർത്ഥത്തെ ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടർച്ചയായി അനർത്ഥം വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളോട് പറയാണ് ഇത് ഫുഡാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഭക്ഷണമാണ് ഫുഡ് എന്നാണ്. ഭക്ഷണത്തിന് അതിൻ്റെ അർത്ഥമുണ്ട് ഭാരതീയ ഭാഷയിൽ. അതല്ല നിങ്ങളെ തീറ്റിക്കണത്. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്തും തീറ്റിപ്പിക്കാം. നിങ്ങൾക്ക് തോന്നിയാൽ മതി, തെറ്റിദ്ധരിച്ചാൽ മതി. എന്തെന്ന്? ഫുഡ് ഭക്ഷണമാണെന്ന് നിങ്ങൾ ആദ്യം തെറ്റിദ്ധരിപ്പിക്കും. തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി എന്തായി? നിങ്ങൾക്ക് അനർത്ഥം വിളമ്പാം. എന്ത്? ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയിൽ അത് ഭക്ഷണമാണ്. ഭക്ഷണമല്ല. കാരണം ഫുഡ് എന്നുള്ളത് അക്ഷരത്തിൽ നിന്ന് ജന്യമായ ഭാഷയിൽ ഉണ്ടായിട്ടുള്ളതല്ല. അതിനർത്ഥമില്ല. അപ്പോൾ അർത്ഥമില്ലാത്തത് എന്തോ ഇത് അനർത്ഥം, അനർത്ഥ. അങ്ങനെയാണ് വരുന്നത്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥയാണ്. ഭാരതീയ ഭാഷാപദ. ക്ലൈമറ്റ് അല്ല, വെതറല്ല. അപ്പം നിങ്ങൾ ക്ലൈമറ്റ്, വെതർ എന്നൊക്കെ അവർ പുലമ്പുമ്പോൾ ക്ഷരജന്യമായ ആൽഫബറ്റ്സ് എന്ന് പറയുന്ന ബെറ്റുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഉപയോഗിച്ച് നിങ്ങളോട് അത് പുലമ്പപ്പെടുമ്പോൾ നിങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അനർത്ഥമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അണു ഭാരതീയമായ അണുവല്ല, അവർ പറയുന്ന പുലമ്പുന്ന ആറ്റം സ്വീകരിക്കാൻ പറ്റില്ല. അണു, ആണവം എന്ന് പറയുന്നത് സ്വീകരിക്കാൻ നമുക്ക് പറ്റും. കാരണം ഭാരതീയ ഭാഷയാണ്. ന്യൂക്ലിയർ പറ്റില്ല. അതിനെ ആണവം എന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഭാരതത്തിൽ ഭാരതീയനോട് സംസാരിക്കുമ്പോൾ ഭാരതത്തിൽ അർത്ഥമുള്ളത് സംസാരിക്കുക. ഇപ്പോൾ ലോയിൽ നിങ്ങൾ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമം എന്ന് പറയുന്നത് ലോ അല്ല. കാരണം നിയമത്തിന് ഭാരതീയ ഭാഷയിൽ അർത്ഥമുണ്ട്. യമം അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ നമ്മൾ രണ്ടാമത്തെ ആയിട്ട് യമനിയമം എന്നാണ് പറയണത്. അതിനെ മാറ്റിയിട്ട് യമ ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല, പറയുന്നുമില്ല. നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നിയമം ലോ അല്ല. ലോയിൽ എഴുതിയിട്ടുള്ളത് മുഴുവൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുലമ്പലാണ്, അനർത്ഥത്തിലാണ്, ക്ഷരത്തിലാണ്. ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയ സംഗീതം
നമ്മുടെ തലയിൽ കയറ്റിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പരിശീലിപ്പിച്ചിട്ടുള്ളത് തെറ്റായിട്ട് പരിശീലിപ്പിച്ചിട്ടുള്ളത് ശാസ്ത്രം സയൻസ് ആണെന്നാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണത്രേ എന്നാണ് പരിശീലിപ്പിക്കുന്നത്. കാലങ്ങളായി പരിശീലിപ്പിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കുക. എന്താ? സയൻറ്റിഫിക്കലി എന്ന് പറഞ്ഞാൽ പുലിയാട്ടാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ പുലിയാട്ടാണ്. ആ പുലിയാട്ട് എന്ന് പറഞ്ഞാൽ അക്ഷരജന്യമല്ലാത്ത അനർത്ഥത്തിൻ്റെ പേരാണ് പുലിയാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രീയ സംഗീതം ഇവരുടെ പുലിയാട്ടിൽ പുലമ്പപ്പെടുമ്പോൾ എന്തെന്ന് പുലമ്പപ്പെടണം? സയൻറ്റിഫിക് മ്യൂസിക് എന്ന് പറയണ്ടേ? അപ്പോൾ എന്താ അവിടെ ശാസ്ത്രീയ സംഗീതത്തിന് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളൊരു താരതമ്യത്തിന് പോകണ്ട. കാരണം താരതമ്യത്തിൽ പോയിട്ട് കാര്യമില്ല. സത്യം എന്ന് പറയുന്നത് ട്രൂത്തല്ല. ധർമ്മം എന്ന് പറയുന്നതിന് ഒരു പദം അവരുടെ ഇല്ല. കാരണം ധർമ്മം എന്ന് പറഞ്ഞ പദം ഭാരതീയമാണ്. അത് അക്ഷരജന്യവുമാണ്. അതിന് സമമായിട്ടുള്ളത് ക്ഷരജന്യമായിട്ടുള്ള ഒന്നുമില്ല. നശിക്കാത്തതിന് ഇതിന് രണ്ടിൻ്റെയും നശിക്കാത്തതിനെ തുല്യമാക്കാൻ സാധിക്കില്ല. നശിക്കാത്തതിന് തുല്യമാക്കാൻ സാധ്യമല്ല. അക്ഷരത്തെ ക്ഷരത്തിന് തുല്യമാക്കാൻ സാധ്യമല്ല. അത് അർത്ഥതലത്തിലും സാധ്യമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭാരതീയ ഭാഷയിൽ പുലയാട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതടക്കം നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം നന്നാവും. മലയാളിയുടെ ഭാരതീയൻ്റെ ജീവിതം നന്നാവും. അക്ഷരജന്യമായിട്ടുള്ള അർത്ഥം നൽകുന്ന അവയെ മാത്രം സ്വീകരിച്ച് അവയെ ഉൾക്കൊണ്ട് അവയെ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോകാൻ ഈ പറയുന്ന അറിവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടിയാണ് അക്ഷരാർത്ഥത്തിൻ്റെ ഈ പ്രത്യേക സംപ്രേഷണം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അക്ഷരം എന്ന് പറയുന്നത് ഏകമാണ്. ഈ അക്ഷരത്തിൽ നിന്ന് ജന്യമാകുന്നതാണ് അർത്ഥം. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഭാരതീയരാണ് അക്ഷരം ദർശിച്ചിട്ടുള്ളവർ. ആ അക്ഷരം ദർശിച്ചിട്ടുള്ളവർ ഏത് തരത്തിലാണോ ക്രമപ്പെടുത്തിയിട്ടുള്ളത് അതിനനുസൃതമായിട്ട് ഭാഷകൾ, ശാസ്ത്രങ്ങൾ ഒക്കെ രൂപീകൃതമായിട്ടുണ്ട്. അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതിനെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് തർജ്ജമയാക്കി നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കണ്ട. അത് സാധ്യമല്ല. ഇപ്പം നമ്മളെ ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെ പരിശീലിപ്പിക്കുന്നത് ഫിസിക്സ് എന്ന് പറഞ്ഞ പുലിയാട്ടാണ്. നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇവരെ ഭാരതീയൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ തെമ്മാടത്തും കയറ്റിവിട്ടുള്ള എന്താണ്? ഊർജ്ജതന്ത്രമല്ല. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രശാഖയിൽപ്പെട്ടതാ. തന്ത്രം എന്ന് പറഞ്ഞാൽ വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. തന്ത്രം, രസതന്ത്രം അതല്ല. ഇവിടെ അവർ പറയുന്നത് രസം മെർക്കുറിയാണ്. അപ്പോൾ മെർക്കുറിയെ കുറിച്ചിട്ടുള്ള, മെർക്കുറി എന്ന് പറഞ്ഞ പുലിയാട്ടാണ്. അത് നമുക്ക് ധാരണയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ രസം മെർക്കുറിയാണ് നമ്മുടെ തലയിലേക്ക് ഏറ്റു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെർക്കുറി എന്ന് പറയുന്ന പുലിയാട്ടിനെ കുറിച്ച് മാത്രമേ ധാരണയുള്ളൂ. രസതന്ത്രം അതല്ല. നവരസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ മെർക്കുറി ഉണ്ടായിട്ട് 9 തരം രസങ്ങൾ ഉണ്ടാക്കുകയാണോ നവരസത്തിൽ ചെയ്യേണ്ടത്? ആണോ? അപ്പോൾ രസം എന്ന് പറയുന്നതും മെർക്കുറി എന്ന് പറയുന്നതും ഒന്നല്ല. അപ്പം നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് തർജ്ജമ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ പുലിയാട്ടുകൾ കൊണ്ടുവന്നിച്ചിട്ടാണ്. ഫിസിക്സ് ഊർജ്ജതന്ത്രമല്ല, രസതന്ത്രമല്ല, കെമിസ്ട്രി, മാത്സ് ഗണിതവുമല്ല. അപ്പം നേരത്തെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അനർത്ഥമാകുന്ന, നശ്വരമാകുന്ന, ക്ഷരമാകുന്ന പുലിയാട്ടുകളിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്ന എല്ലാ പുലിയാട്ടുകളെയും ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ അക്ഷരം നിങ്ങളെ സഹായിക്കട്ടെ, അക്ഷരാർത്ഥം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.